Let us turn our Bibles to book of Ezekiel chapter 48 verse 35. യെഹെസ്കേൽ പ്രവചനം 48-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തിലേക്ക് നമ്മുടെ വേദപുസ്തകത്തെ തുറക്കാം. It was round about 18,000 measures, and the name of the city from that day shall be, the Lord is there. അതിന്റെ ചുറ്റളവ് 18,000 മുഴം. അന്ന് മുതൽ നഗരത്തിന് യഹോവ ശമ്മ, യഹോവ അവിടെ എന്ന് പേരാകും. It is written about God's city. ദൈവത്തിന്റെ നഗരത്തെ സംബന്ധിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നു. In God's city, God will be there. ദൈവത്തിന്റെ നഗരത്തിൽ ദൈവം അവിടെ ഉണ്ടായിരിക്കും. God is there, everyone will say. യഹോവ അവിടെയെന്ന് എല്ലാവരും പറയും. In other translation, Jehovah Shammah, that word is mentioned. മറ്റ് ഭാഷാന്തരത്തിൽ യഹോവ ശമ്മ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. Our God is everywhere. നമ്മുടെ ദൈവം എല്ലായിടങ്ങളിലുമുണ്ട്. He is omniscient. അവൻ സർവ്വവ്യാപിയാകുന്നു. At the same time, we can't say God is there. God is in this particular spot. അതേസമയം തന്നെ ഇന്ന പ്രത്യേക ഇടത്ത് ദൈവമുണ്ടെന്ന് പറയാവുന്നതുമല്ല. We can't say like Hindus, He is in pillar and dust. ഹിന്ദുക്കൾ പറയുന്ന പോലെ തൂണിലും തുരുമ്പിലും ഒക്കെയും ദൈവം ഉണ്ടെന്ന് പറയുവാൻ സാധ്യമല്ല. God is everywhere. ദൈവം എല്ലായിടത്തുമുണ്ട്. But in certain place, He particularly dwells. എന്നാൽ ചില പ്രത്യേക ഇടങ്ങളിൽ പ്രത്യേകമായി താൻ വസിക്കുന്നു. God desire Zion to be His dwelling place, the word of God says. ദൈവവചനം പറയുമ്പോൾ സിയോനെ തന്റെ വാസസ്ഥലമായി ദൈവം ഇച്ഛിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. Therefore He has chosen it and there He dwells. അതുകൊണ്ട് അവൻ അതിനെ തെരഞ്ഞെടുത്തു, അവിടെ വസിക്കുന്നു. Psalms 132:13, we can read about it. 132-ാം സങ്കീർത്തനം 13-ാം വാക്യത്തിൽ ഇത് വായിക്കുന്നു. The Lord has chosen Zion and He has desired it for His habitation. യഹോവ സിയോനെ തെരഞ്ഞെടുക്കുകയും തന്റെ വാസസ്ഥലമായി അതിനെ ഇച്ഛിക്കുകയും ചെയ്തു. In that particular spot, He is always there. ആ പ്രത്യേക ഇടത്തെപ്പോഴും അവനുണ്ട്. Like that, in Bible, few places are mentioned. അതുപോലെ വേദപുസ്തകത്തിൽ ചില ഇടങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. God called Himself as a God of Bethel. ദൈവം തന്നെ തന്നെ ബേഥേലിന്റെ ദൈവം എന്ന് വിളിച്ചിരിക്കുന്നു. God dwelt in the midst of cherubims in most holy place. അതിപരിശുദ്ധ സ്ഥലത്തെ കെരൂബുകളുടെ മധ്യേ ദൈവം അധിവസിക്കുന്നു. God called Him as a God of Jerusalem. യെരുശലേമിന്റെ ദൈവമെന്ന് ദൈവം തന്നെ തന്നെ വിളിക്കുന്നു. And God of heaven and God of earth. ആ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൈവമെന്ന് വിളിക്കുന്നു. Like that, few places He chose as a particular place of His habitation. There He said, this is my place of habitation. ഇങ്ങനെ ചുരുങ്ങിയ ചില ഇടങ്ങൾ തന്റെ വാസസ്ഥലമായിട്ട് താൻ തെരഞ്ഞെടുത്തിട്ട് അത് എന്റെ വാസസ്ഥലമെന്ന് താൻ പറഞ്ഞിരിക്കുന്നു. In Garden of Eden, when we read, ഏദൻ തോട്ടത്തെ സംബന്ധിച്ച് വായിക്കുമ്പോൾ God used to visit cool of the day. വെയിലാറുമ്പോൾ ദൈവം അവിടെ സന്ദർശിക്കുമായിരുന്നു. Every day God used to visit first man. ഓരോ ദിവസവും ആദിമ മനുഷ്യനെ ദൈവം സന്ദർശിക്കുമായിരുന്നു. They had a close relationship with God. ദൈവവുമായി അവർക്ക് ഒരു അഭേദ്യ ബന്ധമുണ്ടായിരുന്നു. God used to visit that place God has chosen as His habitation, that to visit and to introduce Himself to human being. ദൈവം അവരെ സന്ദർശിക്കുമായിരുന്നു. ആ പ്രത്യേക ഇടം ദൈവം സന്ദർശിക്കുവാനും മനുഷ്യനെ തന്നെ പരിചയപ്പെടുത്തുന്ന ഇടമായി തെരഞ്ഞെടുത്തു. When first man committed sin, ഒന്നാം മനുഷ്യൻ പാപം ചെയ്തപ്പോൾ he lost that presence. അവൻ ആ സാന്നിധ്യം നഷ്ടമായി. When he heard the voice of the Lord walking in the cool of the day, വെയിലാറിയ സന്ദർഭത്തിൽ യഹോവ നടക്കുന്ന ശബ്ദം അവൻ കേട്ടപ്പോൾ he feared very much. അവൻ വളരെ ഭയപ്പെട്ടു. He ran from that presence and he hid himself. ആ ദൈവസന്നിധി വിട്ട് അവൻ ഓടി ഒളിച്ചു. He never expect after that God to come there. അതിനുശേഷം ഒരിക്കലും ദൈവോടെ വരണമെന്ന് അവൻ പ്രതീക്ഷിച്ചില്ല. God is there, I have to go. In such a way, he never desired it. ദൈവം അതാ അവിടെ വന്നിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പോകണമെന്ന് ഒരിക്കലും പിന്നെ അവൻ ആഗ്രഹിച്ചില്ല. Now enemy asks this question again and again. ഇപ്പോൾ ശത്രു വീണ്ടും വീണ്ടും ഈ ചോദ്യം ചോദിക്കുന്നു. We experience Jehovah Shammah in our life day after day. നമ്മുടെ ജീവിതത്തിൽ അനുദിനവും യഹോവ ശമ്മ എന്ന് നാം അനുഭവിക്കുന്നുണ്ടോ? Because enemy always challenges. എന്തുകൊണ്ടെന്നാൽ ശത്രു എപ്പോഴും നമ്മെ വെല്ലുവിളിക്കുന്നു. Psalms 79 verse 10 when we read, 79-ാം സങ്കീർത്തനം 10-ാം വാക്യം വായിക്കുമ്പോൾ, wherefore should the heathen say, where is their God? അവരുടെ ദൈവം എവിടെയെന്ന് ജാതികൾ പറയുന്നത് എന്തിന്? And let him be known among the heathen in our sight by the revenging of the blood of the servants which is shed. നിന്റെ ദാസന്മാരുടെ രക്തം ചിന്നിയതിന്റെ പ്രതികാരം ഞങ്ങൾ കാണുകെ ജാതികളുടെ ഇടയിൽ വെളിപ്പെടുമാറാകട്ടെ. In 42:10 also we can read such question. 42-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിലും അങ്ങനെ ഒരു ചോദ്യത്തെ കുറിച്ച് നാം കാണുന്നു. Where is their God? നിന്റെ ദൈവം എവിടെ? As with a sword in my bones, mine enemies reproach me, while they say daily unto me, where is thy God? നിന്റെ ദൈവം എവിടെയെന്ന് എന്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എന്റെ അസ്ഥികളെ തകർക്കും വണ്ണം എന്നെ നിന്ദിക്കുന്നു. In Psalms 115 verse 2 also when we read, 115-ാം സങ്കീർത്തനം 2-ാം വാക്യം വായിക്കുമ്പോൾ, wherefore should the heathen say, where is now their God?
അവരുടെ ദൈവം ഇപ്പോൾ എവിടെയെന്ന് ജാതികൾ പറയുന്നത് എന്തിന്? It is a question among heathen, where is their God? അവരുടെ ദൈവം എവിടെയെന്ന് ജാതികളുടെ ഇടയിൽ ഒരു ചോദ്യമാണ്. Where is God of Christians? ക്രിസ്ത്യാനികളുടെ ദൈവം എവിടെ? Where is Jesus? യേശു എവിടെ? Have living God? അവർക്ക് ജീവനുള്ളൊരു ദൈവമുണ്ടോ? Is it God is among them? ദൈവം അവരുടെ മധ്യേ ഉണ്ടോ? When they do something against Christians, ക്രിസ്ത്യാനികൾക്ക് വിരോധമായി അവർ എന്തെങ്കിലും ചെയ്യുമ്പോൾ, when they speak against Christians, ക്രിസ്ത്യാനികൾക്ക് വിരോധമായി അവർ സംസാരിക്കുമ്പോൾ, Christians, they don't attack them or say against them. ക്രിസ്ത്യാനികൾ അവരെ പ്രത്യാക്രമണം നടത്തുന്നില്ല, അവർക്ക് വിരോധമായി പറയുന്നില്ല. Neither they get any punishment from God himself directly. ദൈവത്തിൽ നിന്ന് പ്രത്യക്ഷമായി ശിക്ഷയും അവർക്ക് ലഭിക്കുന്നില്ല. So immediately they say, where is their God? പെട്ടെന്ന് അവർ പറയുന്നു, അവരുടെ Neither ദൈവം എവിടെ? they nor their God react them. അവരോ അവരുടെ ദൈവമോ പ്രതികരിക്കുന്നില്ലല്ലോ. They don't have God in such a way they think within themselves. അവർക്ക് ദൈവമില്ലെന്നുള്ള നിലയിൽ അവർ തങ്ങളെ തന്നെ ചിന്തിക്കുന്നു. Even many Christians, they ask, where is God? പല ക്രിസ്ത്യാനികളും ചോദിക്കുകയാണ്, ദൈവം എവിടെ? In Exodus chapter 17:7, when we read, പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ, when people came to wilderness, ജനങ്ങൾ മരുഭൂമിയിലേക്ക് വന്നപ്പോൾ there was no water to drink. അവിടെ കുടിക്കുവാൻ വെള്ളമില്ലായിരുന്നു. Immediately they start asking questions. പെട്ടെന്ന് അവർ ചോദ്യം ചോദിക്കുവാൻ തുടങ്ങി. God did many miracles. ദൈവം പല അത്ഭുതങ്ങൾ ചെയ്തു. God, by stretched out his hand, he brought them out of Egypt. നിത്യഭുജം കൊണ്ട് മിസ്രയീമിൽ നിന്ന് അവരെ ദൈവം പുറപ്പെടുവിച്ചു. They saw miraculous things. അത്ഭുതകരമായ കാര്യങ്ങൾ അവർ കണ്ടു. We need not to explain all the miracles. അത്ഭുതങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. One after another, miraculous things. God himself came down and ഒന്നിനു പുറകെ ഒന്നായി അനവധി അത്ഭുതങ്ങൾ ദൈവം ഇറങ്ങി വന്ന് ചെയ്ത് അവരെ പുറപ്പെടുവിച്ചു. Even after that, when there was no water, immediately they asked, where is God? അതിനുശേഷം വെള്ളമില്ലാതെ വന്നപ്പോൾ ദൈവം എവിടെയെന്ന് അവർ ചോദിച്ചു. 17:7, 17-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, he called the name of that place Massa and Meribah. അവൻ ആ സ്ഥലത്തിന് മസ്സ അല്ലെങ്കിൽ പരീക്ഷ എന്ന് പേര് വിളിച്ചു. Because children of Israel tempted the Lord, saying, is the Lord among us or not? ഇസ്രായേൽ മക്കളുടെ കലഹ നിമിത്തവും യഹോവ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അവർ യഹോവയെ പരീക്ഷിക്കുന്ന നിമിത്തം. God is there, but God is somewhere. God is living, but he is not among us, he is somewhere. ദൈവം ജീവിക്കുന്നു, പക്ഷെ നമ്മുടെ ഇടയിലില്ല, അവൻ വേറെ എവിടെയോ ആണ്. Few months or few weeks ago, he did miracles. ചില മാസങ്ങൾക്ക് മുമ്പ്, ചില ആഴ്ചകൾക്ക് മുൻപ് അവൻ അത്ഭുതം ചെയ്തു. Not now. ഇപ്പോഴല്ല. Yes, while we were in Egypt, that time he did miracles. അതേ, ഞങ്ങൾ മിസ്രൈമിൽ ആയിരുന്നപ്പോൾ അവൻ അത്ഭുതം ചെയ്തു. While we were near the bank of Red Sea, that time he did miracles. ചെങ്കടൽ കരയിൽ ഞങ്ങൾ വന്നപ്പോൾ അവൻ അത്ഭുതം ചെയ്തു. That time God came down. അപ്പോൾ ദൈവം ഇറങ്ങി വന്നു. But now, where is God? പക്ഷെ ഇപ്പോൾ ദൈവം എവിടെ? See, their heart hardened. Now they are asking, where is God? നോക്കുക, അവരുടെ ഹൃദയ കാഠിന്യം നിമിത്തം അവർ ചോദിക്കുന്നു, ദൈവം എവിടെ? When they saw no miracle, അത്ഭുതം അവർ കാണാഞ്ഞപ്പോൾ, when they impoverished by enemies, ശത്രുക്കളാൽ അവർ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ, in Judges chapter 6 verse 13, when we read ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, about Gideon, we can see it here. ഗിദെയോനെ കുറിച്ച് ഇവിടെ നാം കാണുന്നു. He asked this question, അവൻ ഈ ചോദ്യം ചോദിച്ചു, if the Lord be with us, why then is all this befallen us? യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെയും ഭവിക്കുന്നത് എന്താ? If the Lord be with us, why then all this befallen us? യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെയും നമുക്ക് ഭവിക്കുന്നത് എന്താ? Where be all his miracles which our fathers told us of, saying, did not the Lord bring us up from Egypt? യഹോവ നമ്മെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു എന്നും നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെയും ഇവിടെ. But now the Lord hath forsaken us, ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ചു, and delivered us in the hands of Midianites. മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ. When they impoverished by Midianites, they said, now the Lord forsaken, now the Lord left forever. മിദ്യാന്യരാൽ അവർ പീഡയേൽപ്പിക്കപ്പെട്ടപ്പോൾ അവർ പറയുന്നു, ദൈവം നമ്മെ ഉപേക്ഷിച്ചു, എന്നേക്കും കൈവിട്ട് കളഞ്ഞു. They did not understand it is because of their sin. അവരുടെ പാപം നിമിത്തമെന്ന് അവർ മനസ്സിലാക്കിയില്ല. His hand is not shortened, അവന്റെ കൈ കുറുതായിട്ടില്ല, his ear hath not turned deaf. അവന്റെ ചെവി മന്ദമായിട്ടില്ല. Even this day he is ready to save. ഇന്നും അവൻ രക്ഷിപ്പാൻ ഒരുക്കമാണ്. Those who call sincerely, unto them he is very nigh. പരമാർത്ഥമായി അവനെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവൻ ഏറ്റവും സമീപയാണ്. Where we call upon the name of the Lord, he come nigh and help us. യഹോവയുടെ നാമം നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ നമ്മുടെ അടുക്കൽ വന്ന് നമ്മെ സഹായിക്കുന്നു. The word of God says, he that cometh unto me, no way I will cast him out. ദൈവവചനം പറയുകയാണ്, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാൾ കൈവിടുകയില്ല. Many times we don't go to him, but we ask questions. പലപ്പോഴും അവന്റെ അടുക്കൽ നാം ചെല്ലാതെ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. Why these things are happening? എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു? Where is God? ദൈവം എവിടെ? If there is God, why these things are happening? ദൈവമുണ്ടെങ്കിൽ പിന്നെ ഇതൊക്കെ എന്തുകൊണ്ട് Why ഭവിക്കുന്നു? God not answering my prayer? എന്തുകൊണ്ട് ദൈവം എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നില്ല? Yes, God is everywhere. At the same time, God wants to dwell
with us or in us. അതെ, ദൈവം എല്ലായിടവും ഉണ്ട്. അതേ സമയം തന്നെ നമ്മോടുകൂടെ നമ്മിൽ വസിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. And particularly, God wants to dwell in our hearts പ്രത്യേകമായി നമ്മുടെ ഹൃദയങ്ങളിൽ വസിപ്പാൻ ദൈവം and ആഗ്രഹിക്കുന്നു. dwell in our habitation. നമ്മുടെ വാസസ്ഥലത്ത് വസിക്കുവാൻ God wants to prove, even today, He dwells among His people. ഇന്നും തന്റെ ജനത്തിന് മധ്യേ താൻ വസിക്കുന്നുവെന്ന് തെളിയിക്കുവാൻ ദൈവം When ആഗ്രഹിക്കുന്നു. enemy raise up questions, where is thy God? He wants to show Himself mighty being with us. നിന്റെ ദൈവം എവിടെയെന്ന് ശത്രുക്കൾ ചോദിക്കുമ്പോൾ ദൈവം ശക്തിമാനായി നമ്മിൽ ഉണ്ടെന്ന് താൻ തന്നെ തെളിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. One man said, ഒരു മനുഷ്യൻ പറഞ്ഞു, 20th century will be the bloodiest century. 20-ാം നൂറ്റാണ്ട് ഏറ്റവും രക്തച്ചൊരിച്ചിലുള്ള നൂറ്റാണ്ടായിരിക്കും. Because 19th century itself, God is dead. എന്തുകൊണ്ടാൽ 19-ാം നൂറ്റാണ്ടിൽ തന്നെ ദൈവം മരിച്ചുപോയി. God is no more. ദൈവം ഇനിമേലില്ല. He raised such type of slogans. അങ്ങനെയുള്ളതായ മുദ്രാവാക്യം അവൻ ഉയർത്തി. These days, people, they say, now God is nowhere. ഇന്ന് ആളുകൾ പറയുന്നു ദൈവമില്ല എന്ന്. God is silently watching for a while. ദൈവം അല്പസമയം മൗനമായി വീക്ഷിക്കുന്നു. Iniquity, abomination, all wickedness is rising day after day. അകൃത്യങ്ങളും മ്ലേച്ഛതകളും മലിനതകളും അനുദിനവും പെരുകുന്നു. But these days, എന്നാൽ ഈ ദിവസങ്ങൾ His mind, He wants to reveal that He is there, and He wants to reveal that He is with us in such a way everyone, we ourselves and others also must understand. താൻ ഉണ്ടെന്നും താൻ നമ്മോടുകൂടെ ഉണ്ടെന്നും തന്നെ തന്നെ വെളിപ്പെടുത്തുവാനും നാം അത് മനസ്സിലാക്കി അതിലൂടെ മറ്റുള്ളവരെ മനസ്സിലാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. In millennial reign, everyone say, God is there. സഹസ്രാബ്ദ വാഴ്ചയിൽ ദൈവം അവിടെ ഉണ്ടെന്ന് എല്ലാവരും പറയും. He is there in Jerusalem. അവൻ യെരൂശലേമിലുണ്ട്. Let us go to the city of God. നമുക്ക് ദൈവനഗരത്തിൽ പോകാം. Let us go to the mountain of God. ദൈവത്തിന്റെ പർവ്വതത്തിൽ നമുക്ക് പോകാം. He will teach us. അവൻ നമ്മെ ഉപദേശിക്കും. And let us go to that mountain of God. ദൈവത്തിന്റെ പർവ്വതത്തിൽ നമുക്ക് കയറി ചെല്ലാം. In eternity, God will be there in Jerusalem and Zion. It will be very much evident. നിത്യതയിൽ സിയോനിലും പുതിയ യെരൂശലേമിലും ദൈവം ഉണ്ടായിരിക്കും, അത് വ്യക്തമാണ്. But in millennial or in eternity, God is there. That is not a great thing. എന്നാൽ സഹസ്രാബ്ദ വാഴ്ചയിലും നിത്യതയിലും ദൈവം ഉണ്ടെന്നുള്ളതല്ല ശ്രേഷ്ഠമായ കാര്യം. Everyone will say, God is there. Jehovah Shammah, that is not a greatest thing. എല്ലാവരും പറയും ദൈവം അവിടെയുണ്ട്, യഹോവ ശമ്മ, അതല്ല വലിയ കാര്യം. Now itself, everyone should say. ഇപ്പോൾ തന്നെ എല്ലാവരും പറയണം. Therefore, God has chosen us. ആയതിനായി ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. In Old Testament time, God has chosen that place, the tabernacle, to reveal His Shekinah glory. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ ശെക്കേന മഹിമ വെളിപ്പെടുത്തുവാൻ സമാഗമന കൂടാരത്തെ ദൈവം തെരഞ്ഞെടുത്തു. God wants to dwell in their midst. ദൈവം അവരുടെ മധ്യേ വസിപ്പാൻ ആഗ്രഹിച്ചു. They said, yes, God is there. അവർ പറഞ്ഞു, അതേ, ദൈവം ഇവിടെയുണ്ട്. In most holy place, God is dwelling. അതിവിശുദ്ധ സ്ഥലത്ത് ദൈവം വസിക്കുന്നു. Yes, they could see that glory. അവർക്ക് ആ തേജസ് കാണുവാൻ കഴിഞ്ഞു. Whenever there was dispute, God came down in their midst. അവരുടെ മധ്യേ കലഹം തർക്കമുണ്ടായപ്പോൾ ദൈവം അവരുടെ മധ്യേ ഇറങ്ങി വന്നു. And not only that, whenever high priest go to the most holy place, God came down and appeared unto them. അത് മാത്രമല്ല, മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്ത് കടന്നു ചെല്ലുമ്പോൾ അവിടെ ദൈവം അവന് പ്രത്യക്ഷനായി. Solomon's temple, സൊലൊമോന്റെ ആലയത്തിൽ, Zerubbabel's temple, സെരുബ്ബാബേലിന്റെ ആലയത്തിൽ glory of God descended there, and they could say, yes, God is here. ദൈവത്തിന്റെ തേജസ് അവിടെ ഇറങ്ങി, അതേ, ദൈവം ഇവിടെ ഉണ്ടെന്ന് പറയുവാൻ കഴിഞ്ഞു. They could identify that place as a dwelling place of God. ആ സ്ഥലത്തെ ദൈവത്തിന്റെ വാസസ്ഥലമായി തിരിച്ചറിയുവാൻ അവർക്ക് കഴിഞ്ഞു. In New Testament time, പുതിയ നിയമകാലത്ത് there is no such literal place. അങ്ങനെ അക്ഷരികമായൊരു ഇടമില്ല. But beyond that, spiritual place as a habitation of God, God has chosen us. അതിനപ്പുറമായി ആത്മീകമായ സ്ഥലമായി, തന്റെ വാസസ്ഥലമായി ദൈവം നമ്മെ In തെരഞ്ഞെടുത്തു. the book of Zephaniah chapter 3, verse 17, when we read, സെഫന്യാവിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ the word of God says, ഈ വചനം പറയുന്നു, the Lord is thy God in the midst of thee is mighty, and He will save. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. He will rejoice over thee with joy. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. He will rest in His love. തന്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. He will joy over thee with singing. ഘോഷത്തോടെ അവൻ നിങ്ങൾ ആനന്ദിക്കും. Yes, this is the New Testament experience. അതേ, ഇത് പുതിയ നിയമത്തിലെ അനുഭവമാണ്. The Lord thy God in the midst of thee is mighty. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. He will rejoice over thee with joy, and He will rest in His love. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും, തന്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. What is resting in love? സ്നേഹത്തിൽ മിണ്ടാതിരിക്കുക എന്നാൽ എന്ത്? That is through anointing of the Holy Spirit. അത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലൂടെയാണ്. God has given anointing of the Holy Spirit ദൈവം നമുക്ക് പരിശുദ്ധാത്മാഭിഷേകം തന്നു, to come and rest in our hearts. വന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ വിശ്രമിക്കുവാൻ. Each heart, God has chosen that to be God's dwelling place. ഓരോ ഹൃദയത്തെയും ദൈവം തന്റെ വാസസ്ഥലമായി തെരഞ്ഞെടുത്തു. The love of God is shed abroad in our hearts through anointing of the Holy Spirit, word of God says. ദൈവവചനം പറയുന്നു, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവെന്ന്. When we experience the love of God day after day, that time we can say, my God is within me.
അനുദിനവും ദൈവസ്നേഹം നാം അനുഭവിക്കുമ്പോൾ എന്റെ ദൈവം എന്റെ ഉള്ളിൽ ഉണ്ടെന്ന് പറയുവാൻ കഴിയും. Jeremiah said, my God is with me as a mighty and terrible one. യിരെമ്യാവ് ഇപ്രകാരം പറഞ്ഞു, എന്റെ ദൈവം ശക്തനും വീരനുമായി എന്നോടുകൂടെയുണ്ട്. Even in our life, God wants to be with us as a mighty and terrible one. നമ്മുടെ ഉള്ളിലും ഭയങ്കരനും വീരനുമായി ദൈവം വസിപ്പാൻ So ആഗ്രഹിക്കുന്നു. every day we must get that help from God. ആയതിനാൽ അനുദിനവും ആ ദൈവിക സഹായം നാം പ്രാപിക്കണം. In Psalms 46 when we read, 46 സങ്കീർത്തനത്തിൽ നാം വായിക്കുമ്പോൾ God is our refuge and strength and very present help in the time of trouble. ഇവിടെ ദൈവം നമ്മുടെ സങ്കേതവും ബലവും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. Yes, our God is our very present help in the time of trouble. അതേ, നമ്മുടെ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ് നമ്മുടെ ദൈവം. Verse 4, 4 വാക്യം, there is a river, ഒരു നദിയുണ്ട്, the streams thereof shall make the city of God and the place of the tabernacle of Most High. അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. God is in the midst of her. ദൈവം അതിന് മധ്യേ ഉണ്ട്, She shall not be moved. അത് കുലുങ്ങിപ്പോകുകയില്ല. God shall help her that right early. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. So first of all, this experience must be seen in our life. ഒന്നാമതായി ഈ അനുഭവം നമ്മുടെ ജീവിതത്തിൽ കാണണം. We have received Jesus as personal savior, യേശുവിനെ സ്വന്തം രക്ഷിതാവായി നാം ഏറ്റുകൊണ്ടു. but that is not enough. പക്ഷെ അത് മാത്രം പോരാ. After that, അതിനുശേഷം day after day, this experience must be there. അനുദിനവും ഈ അനുഭവം ഉണ്ടായിരിക്കണം. The river of God must flow in our life. ദൈവത്തിന്റെ നദി നമ്മുടെ ജീവിതത്തിൽ ഒഴുകണം. The streams that must come and make us the city of God very glad. അതിന്റെ തോടുകൾ കടന്നു വന്ന് നമ്മെ ദൈവത്തിന്റെ നിവാസമാക്കി മാറ്റണം. That must make us most holy place. അത് അതിപരിശുദ്ധ സ്ഥലമാക്കി നമ്മെ മാറ്റുന്നു. In short, ചുരുക്കി പറഞ്ഞാൽ every day we must be filled by the Holy Spirit. ഓരോ ദിവസവും പരിശുദ്ധാത്മാവിനാൽ നാം നിറയപ്പെടണം. In New Testament it is written, പുതിയ നിയമത്തിൽ ഇങ്ങനെ we എഴുതിയിരിക്കുന്നു, must be led by Holy Spirit. നാം പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടണം. Or always the work of the Holy Spirit must be there. അല്ല എങ്കിൽ എപ്പോഴും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി കാണണം. River like, stream like experience, that flowing experience must be seen. നദി സമാനമായ തോട് സമാനമായ ഒഴുകുന്ന അനുഭവം വേണം. When the river like experience, stream like experience is there, then we can say, yes, my God is working in me. നദിയുടെയും തോടിന്റെയും ഒഴുകുന്ന അനുഭവം ഉണ്ടായിരിക്കുമ്പോൾ അതേ എന്റെ ദൈവം എന്നിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയാം. And through that, God will come and dwell in our life. അതിലൂടെ ദൈവം നമ്മിൽ വന്ന് വസിക്കും. God is in the midst of her. ദൈവം അതിന്റെ മധ്യയുണ്ട്, And she shall not be moved. അത് കുലുങ്ങിപ്പോകുകയില്ല. God shall help her that right early. ദൈവം അധികാലത്തു തന്നെ അതിനെ സഹായിക്കും. So those who seek him right early, they will find help from him. അതിരാവിലെ അവനെ അന്വേഷിക്കുന്നവർ അവന്റെ സഹായം കണ്ടെത്തും. When we go to the presence of God early morning, അതിരാവിലെ ദൈവസന്നിധിയിൽ നാം ചെല്ലുമ്പോൾ and filled by the anointing of the Holy Spirit, പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറയുമ്പോൾ, and from the depth of our heart when we praise God, ഹൃദയ അന്തർഭാഗത്തുനിന്ന് ദൈവത്തെ നാം സ്തുതിക്കുമ്പോൾ, when we exalt our God with all our strength, with all our mind, പൂർണ്ണശക്തിയോടും പൂർണ്ണ ബലത്തോടും ദൈവത്തെ നാം ഉയർത്തുമ്പോൾ and what happens? എന്ത് സംഭവിക്കുന്നു? God himself dwell in our lives. ദൈവം തന്നെ നമ്മുടെ ജീവിതത്തിൽ വസിക്കുന്നു. Through that grace, he will manifest that he is with us. ആ കൃപയിലൂടെ താൻ നമ്മിൽ ഉണ്ടെന്ന് അവൻ വെളിപ്പെടുത്തും. We need not to go and say, my God is with me. എന്റെ ദൈവം എന്നോടുകൂടെ ഉണ്ടെന്ന് നാം പോയി പറയേണ്ട ആവശ്യമില്ല. Others will come to know, seeing that grace which is upon us. നമ്മുടെ മേലുള്ള കൃപ കണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കുവാൻ കഴിയും. Because that grace makes the difference. എന്തുകൊണ്ടെന്നാൽ ആ കൃപയാണ് വ്യത്യാസം വരുത്തുന്നത്. That anointing, that will make a difference in our life. അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ആ വ്യത്യാസം വരുത്തും. So in our life, അതിനാൽ നമ്മുടെ ജീവിതത്തിൽ we must be filled by the anointing of the Holy Spirit every now and then. നാം അടിക്കടിയായി പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം. It is true, we have received salvation, നാം രക്ഷ പ്രാപിച്ചു, സത്യമാണ്. but by that we should not be satisfied. എന്നാൽ അതിൽ നാം തൃപ്തിയടയരുത്. We must be filled by the Holy Spirit and experience the triune God is with us. പരിശുദ്ധാത്മാവിനാൽ നാം നിറഞ്ഞുകൊണ്ട് ത്രിയേക ദൈവം നമ്മിൽ ഉണ്ടെന്ന് അനുഭവിക്കണം. That's why Jesus told, ആയതിനാൽ യേശു പറഞ്ഞു, in that day you shall know, അന്ന് നിങ്ങൾ അറിയും, I in you, ഞാൻ നിങ്ങളിലും, and you in me, നിങ്ങൾ എന്നിലും, and I in my God. ഞാൻ എന്റെ ദൈവത്തിലും. That experience comes through anointing of the Holy Spirit. ആ അനുഭവം പരിശുദ്ധാത്മാഭിഷേകത്തിലൂടെ വരുന്നു. That's why in 2 Corinthians chapter 6 verse 16 when we read, ആയതിനാൽ 2 കൊരിന്ത്യർ 6-16 വാക്യത്തിൽ കാണുമ്പോൾ word of God says, ദൈവവചനം പറയുന്നു, you are the temple of the Holy Ghost, നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ, or you are the temple of the living God. നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ്. As God has said, I will dwell in them and walk in them, and I will be their God. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും ഞാൻ എന്ന് ദൈവം തന്നെ പറഞ്ഞിരിക്കുന്നല്ലോ. As we live as a temple of God, ദൈവത്തിന്റെ ആലയമായി നാം വസിക്കുമ്പോൾ, when we separate ourselves purely, if we live as a temple of God, നാം നമ്മെ തന്നെ വേർതിരിച്ച് ദൈവത്തിന്റെ ആലയമായി ജീവിക്കുമ്പോൾ, what others will say, മറ്റുള്ളവർ എന്ത് പറയും? God is in their life, ദൈവം അവരുടെ ജീവിതത്തിലുണ്ട്, God is dwelling with them, ദൈവം അവരോട് വസിക്കുന്നു, walking with them, അവരോടൊപ്പം നടക്കുന്നു, God is their God. ദൈവം അവരുടെ ദൈവമാണ്. God himself will claim,
they are my people. ദൈവം തന്നെ അവകാശപ്പെടും അവർ എന്റെ ജനമെന്ന്. That is a beautiful experience. അതാകുന്ന ഒരു സുന്ദരമായ അനുഭവം. They will say, God is there, Jehovah Shammah. അവർ പറയും യഹോവ എവിടെയുണ്ട്, യഹോവ ശമ്മ. In these days, everyone should say, God is Shammah. God is there. God is with this person. God is with this Pentecostalist. ഇന്നാളുകളിൽ എല്ലാവരും പറയണം യഹോവ ശമ്മ, യഹോവ എവിടെയുണ്ട്, യഹോവ ഇന്ന വ്യക്തിയോടുകൂടെയുണ്ട്, ദൈവം പെന്തക്കോസ്തകാരോടുകൂടെ ഉണ്ടെന്ന്. In Jeremiah it is written, യിരെമ്യാ പ്രവചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, chapter 7:23, 7-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. if you obey my voice, I will be your God. നിങ്ങൾ എന്റെ ശബ്ദം വാക്കനുസരിച്ചാൽ ഞാൻ നിങ്ങളുടെ Or ദൈവമായിരിക്കും, I will be with you. അല്ലെങ്കിൽ ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും, I will dwell with you. ഞാൻ നിങ്ങളോടുകൂടെ വസിക്കും. So that experience we must desire. ആയതിനാൽ ആ അനുഭവം നാം ആഗ്രഹിക്കണം. We should not just visiting his presence, അവന്റെ സന്നിധിയെ സന്ദർശിക്കുക മാത്രം but പോരാ, we must take his presence with us. അവന്റെ സാന്നിധ്യം നമ്മോടുകൂടെ കൊണ്ടുപോകണം. It is not coming to God's presence and worship and go back. ദൈവസന്നിധിയിൽ വന്ന് ആരാധിച്ച് മടങ്ങിപ്പോകുകയല്ല, It is to come into his presence and take him with us. ദൈവസന്നിധി വന്ന് അവനെ നമ്മോടുകൂടെ കൊണ്ടുപോകണം. What David prayed, ദാവീദ് എന്ത് പ്രാർത്ഥിച്ചു? when wilt thou come unto me? നീ എപ്പോൾ എന്റെ അടുക്കൽ വരും? I will wait for thee. ഞാൻ നിനക്കായി With the കാത്തിരിക്കുന്നു. upright heart I will walk in all my house. നിഷ്കളങ്ക ഹൃദയത്തോടെ എന്റെ വീട്ടിൽ ഞാൻ When പെരുമാറും. wilt thou come? നീ എപ്പോൾ എന്റെ അടുക്കൽ When വരും? wilt thou come? നീ എപ്പോൾ വരും? When will my enemies say, God is there, God is with David? ദൈവം ദാവീദിനോടുകൂടെ എന്ന് എന്റെ ശത്രു എപ്പോൾ പറയുവാൻ ഇടയാകും? Yes, dear child of God. അതേ പ്രിയ There is ദൈവജനമേ, such an experience. അതെ അങ്ങനെ ഒരു അനുഭവമുണ്ട്. Then only our God will be a wall of fire round about us. അപ്പോഴാവുന്നു ദൈവം നമുക്ക് ചുറ്റും And തീമതിലായിരിക്കുന്നത്. God will be as a glory in our midst. ദൈവം നമ്മുടെ മധ്യേ If മഹത്വമായിരിക്കും. God is with us as a glory, definitely he will be as a wall of fire. ദൈവം മഹത്വത്തിന്റെ ദൈവമായി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ചുറ്റും തീമതിലായിരിക്കും. We claim God must be a wall of fire, ദൈവം തീമതിലായിരിക്കണമെന്ന് നാം pillar അവകാശപ്പെടുന്നു. of cloud, pillar of fire. അഗ്നിസ്തംഭവും മേഘസ്തംഭവും. But we don't please our God. പക്ഷെ ദൈവത്തെ നാം പ്രസാദിപ്പിക്കുന്നില്ല. We don't give praise for God. ദൈവത്തെ നാം സ്തുതിക്കുന്നില്ല. We don't say others to say God is with them. ദൈവം അവരോടുകൂടെ ഉണ്ടെന്ന് മറ്റുള്ളവർ പറയുവാൻ ഇടയാക്കുന്നില്ല. In such a way, we don't keep God with us. അവിധത്തിൽ നമ്മോടുകൂടെ ദൈവത്തെ നാം വയ്ക്കുന്നില്ല. Secondly, രണ്ടാമതായി, as a church, God wants to say, I am dwelling in their midst. സഭയായി അവരുടെ മധ്യേ ഞാൻ വസിക്കുന്നു എന്ന് ദൈവം പറയുവാൻ ആഗ്രഹിക്കുന്നു. Yes, that is the second sweetest experience. അത് രണ്ടാമത്തെ മാധുര്യമേറിയ അനുഭവമാണ്. In Genesis chapter 7:1, when we read, ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, before that, God said unto Noah, അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചത്, God commanded him to make an ark. ഒരു പെട്ടകമുണ്ടാക്കുവാൻ അവനോട് ദൈവം കൽപ്പിച്ചു. He obeyed voice of God ദൈവത്തിന്റെ ശബ്ദം അവൻ അനുസരിച്ചു, in the right measurement ശരിയായ അളവിൽ, and according the very mind of God, ദൈവത്തിന്റെ മനസ്സിനൊത്തവണ്ണം, taking much time. അധിക സമയമെടുത്ത All the cautions which God has given, he did it and made it as a beautiful ark. ദൈവം പറഞ്ഞതിന് ഒത്തവണ്ണം മനോഹരമായ ഒരു പെട്ടകം അവൻ ഉണ്ടാക്കി. After that, അതിനുശേഷം first of all, God himself entered there. ഒന്നാമതായി ദൈവം തന്നെ അവിടെ പ്രവേശിച്ചു. Being in ark, God being in ark, പെട്ടകത്തിൽ ദൈവമായിരുന്നുകൊണ്ട് what God said, ദൈവം എന്ത് പറഞ്ഞു? come thou and all thy house into the ark. നീയും സർവ്വകുടുംബവും പെട്ടകത്തിൽ കടക്കാം. For thee have I seen righteous before me in this generation. ഞാൻ നിന്നെ ഈ തലമുറയിൽ എന്റെ മുൻപാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. After building that ark, who entered there first? പെട്ടകം നിർമ്മിച്ച ശേഷം അതിനാദ്യം കടന്നത് ആരാ? God himself. ദൈവം തന്നെ. Now where is God? ഇപ്പോൾ ദൈവം എവിടെ? God is there in that ark. ദൈവം ആ പെട്ടകത്തിനുള്ളിലുണ്ട്. What God said unto Noah, ദൈവം നോഹയോട് എന്ത് പറഞ്ഞു? you and your family come in. നീയും നിന്റെ കുടുംബവും അകത്ത് വരിക. If you come in, you will be safe. നീ അകത്ത് വന്നാൽ സുരക്ഷിതമായിരിക്കും. And because the flood is going to come. എന്തുകൊണ്ടെന്നാൽ ആ ജലപ്രളയം വരുവാൻ പോകുന്നു. He did not satisfy by making an ark. പെട്ടകം ഉണ്ടാക്കിയതിൽ അവൻ തൃപ്തിയടഞ്ഞില്ല. He obeyed the voice of അവൻ God. ദൈവശബ്ദം അനുസരിച്ചു. God gave invitation, come. He entered there. ദൈവം ക്ഷണം നൽകി, അവനത് സ്വീകരിച്ച് അകത്ത് കടന്നു. Without delay, he entered there with all his family. വൈകാതെ സകല മുഴു കുടുംബവുമായി അവൻ അകത്ത് കടന്നു. With him, no other people entered there, അവനോടുകൂടെ മറ്റാരും അകത്ത് കടന്നില്ല. but only animals entered there. മൃഗങ്ങൾ മാത്രം അകത്ത് കടന്നു. They obeyed, therefore they escaped. അവ അനുസരിച്ചതുകൊണ്ട് അവ രക്ഷപ്പെട്ടു. In our life too, നമ്മുടെ ജീവിതത്തിലും God wants to keep us or make us to escape from the things which is going to happen in this world. ഈ ലോകത്തിൽ സംഭവിപ്പാൻ പോകുന്ന സകലത്തിൽ നിന്നും നാം രക്ഷപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. Therefore, God has appointed church in this world. ആയതിനാൽ ലോകത്തിൽ സഭയെ ദൈവം സ്ഥാപിച്ചു. And this is the safest place. ഇത് സുരക്ഷിതമായ സ്ഥലമാണ്. This is the very peculiar, special, a protected place for God's people. ഇത് പ്രത്യേകമായി ദൈവജനത്തിന് ഏറ്റവും സുരക്ഷിതമായ സ്ഥലമാണ്. About that, we can read in Hebrews chapter 12, verse 22 to 24.
അതിനെക്കുറിച്ച് എബ്രായലേഖനം 12-ാം അധ്യായത്തിന്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നു. Hebrew writer says, എബ്രായ ലേഖനകർത്താവ് "Ye പറയുന്നു, are come unto Mount Zion, നാം സിയോൻ പർവ്വതത്തിനടുത്ത് you വന്നിരിക്കുന്നു, unto the city of living God, ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ and heavenly Jerusalem, സ്വർഗീയ യെരൂശലേമിനും unto an innumerable company of angels, അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും to the general assembly and the church of the firstborn, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും and to the God, the judge of all, and to the spirit of the just men made perfect, എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും, and to the Jesus, the mediator of the new covenant, പുതിയ നിയമത്തിന് മധ്യസ്ഥനായ യേശുവിനും, and to the blood of sprinkling, ഹാബലിന്റെ രക്തത്തെക്കാൾ and that speaketh better things than that of Abel." ഹാബലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്. About New Testament church, what he says, പുതിയ നിയമസഭയെ കുറിച്ച് താൻ എന്തു പറയുന്നു? you have come into heavenly Jerusalem, സ്വർഗീയ യെരൂശലേമിലേക്ക് നിങ്ങൾ വന്നിരിക്കുന്നു, or city of, you are come unto the Mount Zion, നിങ്ങൾ സിയോൻ പർവ്വതത്തിലേക്ക് വന്നിരിക്കുന്നു, innumerable company of angels. അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘം. Yes, God has brought us to this excellent place. അതേ അതിശ്രേഷ്ഠമായ സ്ഥലത്ത് ദൈവം നമ്മെ കൊണ്ടുവന്നു. It is a fruitful hill. ഇത് ഫലപ്രദമായ കുന്നാണ്. It is a city of God. അത് ദൈവത്തിന്റെ നഗരമാണ്. It is a holy hill. അത് വിശുദ്ധ നഗരമാണ്. It is city of righteousness. അത് നീതിയുള്ള നഗരം. It is city of great king. അത് മഹാരാജാവിന്റെ നഗരം. It is city of Judah. അത് യഹൂദയുടെ നഗരം. It is a city of Solomon feast. അത് ഉത്സവങ്ങളുടെ നഗരം. It is a joy of the whole world. അത് മുഴുലോകത്തിന്റെയും ആനന്ദം. And it is a beautiful city. അത് മനോഹര നഗരമാണ്. It is a city of great king and the Lord of Lords and King of Kings. അത് മഹാരാജാവിന്റെ കർത്താധികർത്താവിന്റെ രാജാവിന്റെ നഗരമാണ്. Throne of God is in this city. ഈ നഗരത്തിൽ ദൈവസിംഹാസനമുണ്ട്. So when we come to this city, അതിനാൽ ഈ പട്ടണത്തിൽ നാം വരുമ്പോൾ comfort is there, അവിടെ ആശ്വാസമുണ്ട്, guidance is there, നടത്തിപ്പ് അവിടെ ഉണ്ട്, protection is there, സംരക്ഷണമുണ്ട്, blessing is there, അനുഗ്രഹമുണ്ട്, God himself is there. ദൈവം തന്നെ അവിടെയുണ്ട്. When we can experience God's presence, ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിപ്പാൻ കഴിയും. from there he fights our battles too. അവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ യുദ്ധങ്ങളെ അവൻ ചെയ്യുന്നു. In Deuteronomy chapter 23:14, when we read, ആവർത്തന പുസ്തകം 23-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ word of God very clearly says, ദൈവവചനം വ്യക്തമായി പറയുന്നു, and God is in that city. ദൈവം ആ നഗരത്തിലുണ്ട്. Lord thy God walketh in the midst of thy camp, നിന്റെ ദൈവമായ യഹോവ നിന്റെ പാളയത്തിന് മധ്യേ നടക്കുന്നു, to deliver thee, നിന്നെ രക്ഷിപ്പാൻ, and to give up thine enemies before thee. ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനും. Therefore shall thy camp be holy, that he see no unclean thing in thee, and turn away from thee. നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് അവൻ നിന്നെ വിട്ടകലാതിരിപ്പാൻ നിന്റെ പാളയം ശുദ്ധിയുള്ളതായിരിക്കണം. Yes, in our church he dwells, നമ്മുടെ സഭയിൽ അവൻ വസിക്കുന്നു. and in church he does everything for his people. സഭയിൽ തന്റെ ജനത്തിനായി സകലതും താൻ ചെയ്യുന്നു. So when we worship together, അതിനാൽ ഒന്നായി നാം ആരാധിക്കുമ്പോൾ, when we come together and exalt the name of God together, നാം കൂടി വന്നൊന്നായി ദൈവനാമത്തെ ഉയർത്തുമ്പോൾ, and what the enemy say, ശത്രു എന്ത് പറയുന്നു? God is there. ദൈവം അവിടെയുണ്ട്. And looking into Jerusalem, what enemy said, യെരൂശലേമിനെ നോക്കിക്കൊണ്ട് ശത്രു എന്ത് പറഞ്ഞു? enemy can't enter there, ശത്രുവിന് അവിടെ കടക്കാവതല്ല. and enemy can't come nigh to that city. ശത്രുവിന് ആ നഗരത്തെ സമീപിക്കാവതല്ല. In the book of Lamentation it is written, വിലാപങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, enemy never believed enemy could enter that city. ശത്രുവിന് അവിടെ കടക്കാമെന്ന് ശത്രു ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. In such a way, it was a protected place. അவ்വിധത്തിൽ അത് സംരക്ഷിത സ്ഥലമായിരുന്നു. In New Testament, പുതിയ നിയമത്തിൽ and New Jerusalem means city of God. പുതിയ യെരൂശലേം എന്നാൽ ദൈവത്തിന്റെ നഗരമാണ്. So when we come together and often worship God, renew our strength, enemy will say, yes, that is God. അതിനാൽ നാം ഒന്നായി കൂടി വന്ന് ദൈവത്തെ ആരാധിച്ച് നമ്മുടെ ശക്തിയെ പുതുക്കുമ്പോൾ ശത്രു പറയും ദൈവം അവിടെയുണ്ടെന്ന്. We also can say, yes, when I go to the presence of God speaks to me. നമുക്കും പറയാം, ദൈവസന്നിധിയിൽ ഞാൻ ചെല്ലുമ്പോൾ ദൈവം അവിടെയുണ്ട്, എന്നോട് Really, സംസാരിക്കുന്നു. God is there. He meets my need. യഥാർത്ഥമായി ദൈവം അവിടെയുണ്ട്, എന്റെ ആവശ്യങ്ങൾ നിവർത്തിക്കുന്നു. When I go there, God heals me. ഞാൻ അവിടെ പോകുമ്പോൾ ദൈവം എന്നെ സൗഖ്യമാക്കുന്നു. When I go there, according to my situation, God deals with me. ഞാൻ അവിടെ പോകുമ്പോൾ എന്റെ സാഹചര്യത്തിനൊത്തവണ്ണം ദൈവം എന്നോട് ഇടപെടുന്നു. And when I go there, God is there. I can see, I can experience His presence. ഞാൻ അവിടെ പോകുമ്പോൾ ദൈവം അവിടെ ഉണ്ട്, അവന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിയുന്നു. Yes, dear child of God. അതേ പ്രിയ ദൈവ, More than anything else in this world, in His church, God has kept His presence. മറ്റ് എന്തൊന്നിനേക്കാളുപരിയായി ഈ ലോകത്തിൽ ഈ സഭയിൽ ദൈവം തന്നെ സാന്നിധ്യം വച്ചിരിക്കുന്നു. Finally, in eternity, we are going to be with God. That time, we are going to see Him face to face and say, you are there. You are there in Zion. ഒടുവിൽ നിത്യതയിൽ നാം കടന്നു ചെല്ലുമ്പോൾ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട്, അതേ ദൈവമേ നീ സിയോനിലുണ്ട് ഉണ്ടെന്ന് നാം പറയുവാൻ Let us പോകുന്നു. all close our eyes. നാം എല്ലാവരും കണ്ണുകൾ അടയ്ക്കാം. Dear child of God, പ്രിയ ദൈവത്തിലെ, in that day, അന്നാളിൽ it will be told, അങ്ങനെ പറയപ്പെടും, God is there. യഹോവ അവിടെയുണ്ട്, Jehovah Shammah. യഹോവ ശമ്മ. It is written about you and me. അത് നിങ്ങളെയും എന്നെ കുറിച്ച് It is എഴുതിയിരിക്കുന്നു. written about this time. ഈ സമയത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നു. Let us say,
നാം പറയാം, Let our enemies say. നമ്മുടെ ശത്രു പറയട്ടെ, Let our neighbors say. നമ്മുടെ അയൽക്കാർ പറയട്ടെ, Or let everyone say. എല്ലാവരും പറയട്ടെ, God is there. ദൈവം അവിടെയുണ്ട്, Living God is there. ജീവിക്കുന്ന ദൈവോടുണ്ട്. And in the tabernacle of righteous, ആ നീതിമാന്മാരുടെ കൂടാരങ്ങൾ, voice of rejoicing and thanksgiving. അവിടെ സന്തോഷത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷമുണ്ട്. Because God is there. എന്തുകൊണ്ടെന്നാൽ ദൈവം അവിടെയുണ്ട്, God dwells with them. ദൈവം അവരോട് വസിക്കുന്നു. Because the tabernacle of God is among men. ഇതാ മനുഷ്യരോട് ദൈവത്തിന്റെ കൂടാരം, Let God dwell with you. ദൈവം നിങ്ങളോട് വസിക്കട്ടെ. Go with the presence of God. ദൈവ സാന്നിധ്യവുമായി പോകുവിൻ, Go with this God. ഈ ദൈവവുമായി പോകുവിൻ. And let God dwell night and day. രാപകൽ ദൈവം നമ്മളോട് വസിക്കട്ടെ. And by him we will conquer everything. അവനാൽ നാം സകലത്തെയും ജയിക്കും. If God is there, ദൈവം അവിടെ ഉണ്ടെങ്കിൽ that is Zion. അത് സിയോനാകുന്നു, That is Jerusalem. അത് യെരൂശലേമാണ്, That is place of victory. അത് ജയത്തിന്റെ ഇടമാണ്, That is heaven. അത് സ്വർഗമാണ്. No more or nothing more than that we require for. അതിലുപരിയായി നമുക്കൊന്നും വേണ്ട. So take this God who wants to be with us. അതിനാൽ നമ്മോടുകൂടെ ഇരിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവവുമായി പോകുവിൻ. May God bless us all. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നിത്യ ദേവനാം സത്യപരന്താം നിത്യമും നമ്മോട് ഇരുപ്പതാലേ നിത്യ ദേവനാം സത്യപരന്താം നിത്യമും നമ്മോട് ഇരുപ്പതാലേ അവനല്ലവർ என்றும் துதியுங்கள் அவர் கிருபை என்றுமுள்ளதே அவனல்லவர் என்றும் துதியுங்கள் அவர் கிருபை என்றுமுள்ளதே நித்திய தேவனா சத்தியவருந்தாம் நித்தமும் நம்மோடு நிருப்பதாலே நித்திய தேவன் சத்திய பரந்தா நித்தமும் நம்முடன் இருப்பதாலே அவர் நல்லவர் என்றும் துதியுங்கள் அவர் கிருபை நல்லவர் என்று துதியுங்கள் Jehovah Shammah. യഹോവ ശമ്മ, God is there. ദൈവം അവിടെ, God is with you. ദൈവം നിന്നോടുകൂടെ ഉണ്ട്. One girl, wholly given to worldliness, one day, just in front of one faith home. ഒരു പെൺകുട്ടി അപൂർണമായി ലോകത്തിന് തന്നെ വിധേയമാക്കി ഒരിക്കൽ ഒരു വിശ്വാസത്തിന് മുൻപിൽ. And as she was going, താൻ കടന്നു പോകുമ്പോൾ, as she was, someone urged her to go and knock the door, she felt. ആരോ തന്നോട് വാതിൽ പോയി മുട്ടുവാൻ പറയുന്ന പോലെ തോന്നി. And she went and knocked the door. അവൾ ചെന്ന് വാതിലിൽ മുട്ടി. That sister came and opened the door. ആ സഹോദരി ഒന്ന് വാതിൽ തുറന്നു. That's all. അത്രമാത്രം. She said, what you have, I want. അവൾ പറഞ്ഞു, നിങ്ങൾക്ക് എന്തുണ്ടോ അതെനിക്ക് വേണം. And you have something different from all the world. മുഴു ലോകത്തിൽ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തോ വ്യത്യസ്തമായി. And you have God. നിങ്ങൾക്ക് ദൈവമുണ്ട്, I want that. എനിക്കത് വേണം. She went to that faith home. അവൾ വിശ്വാസമനത്തിൽ പോയി. That sister spoke to her. ആ സഹോദരി തന്നോട് She gave her heart for Jesus. അവൾ ഹൃദയം യേശുവിന് കൊടുത്തു. That day itself took baptism. അന്ന് തന്നെ ജലസ്നാനം That എടുത്തു. day itself received anointing of the Holy Spirit. അന്ന് തന്നെ അഭിഷേകം പ്രാപിച്ചു. Within no time she came up for ministry. പെട്ടെന്ന് തന്നെ ശുശ്രൂഷയ്ക്കും വന്നു. And because she could see that God was there. ദൈവം അവിടെ ഉണ്ടെന്ന് അവൾക്ക് കാണുവാൻ Let the heathen, let whole world see God is with us. Father, let's all praise God. ജാതികളും മുഴുവൻ ലോകവും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് കാണട്ടെ, അതിനായി സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. Hallelujah. Not only in Jerusalem, not only in this mountain, but whole world God will manifest. It was told. യെരുശലേമിൽ മാത്രമല്ല, ഈ പർവ്വതത്തിൽ മാത്രമല്ല, മുഴു ലോകത്തും ദൈവം വെളിപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്നു. Yes, in these days he is manifesting himself whose heart is perfect toward him. Father, let's all praise God. അതേ നാളുകളിൽ തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരുന്നവരുടെ ഹൃദയത്തിലേക്ക് ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. Continuously to live as Jehovah Shammah. Let God enable all. Father, let's all praise him. തുടർച്ചയായി യഹോവ ശമ്മയായി ജീവിപ്പാൻ തക്കൊണ്ട് എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ, അതിനായി സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord.